നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ഡിറ്റർജൻറ്റ് ബോട്ടിലാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ബേർഡ് നെസ്റ്റ് സാൻസവേരിയ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഇത് ഞാൻ ഒരു ചെറിയ ഒരു പോട്ടിലായിരുന്നു കൊണ്ട് നട്ടിരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഇത് ഒരു ചെറിയ ഒരു തൈ കൊണ്ട് നട്ടാൽ മതി, നിറയെ പിടിച്ചു കിട്ടും. ഈ സ്നേക്ക് കാണാൻ ഒരു പ്രത്യേകതരം ഭംഗിയാണുള്ളത്. ഇതിൻ്റെ ഇലകളുടെ സൈഡിൽ ഒരു മഞ്ഞ ഷെയ്ഡാണുള്ളത്. ഇതിൽ നിന്നും വീണ്ടും ഒരു വലിയ തൈ നിൽക്കുകയാണ്. അതിനോടൊപ്പം ചെറിയ കുഞ്ഞു തൈകളും പൊടിച്ച് വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുവാൻ തൈകൾ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ശേഷം അതിൽ തോനെ തൈകൾ വന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സ്നേക്ക് പ്ലാന്റാണ് ഇത്. ഇതിലും നിറയെ തൈകളുണ്ട്. ഇത് കൂടാതെ പച്ചക്കളറിലുള്ള മറ്റൊരു സ്നേക്ക് പ്ലാന്റും കൂടി എനിക്കുണ്ട്. ഇനി നമുക്ക് അത് നോക്കാം. ഈ പ്ലാന്റ് ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത്. വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് നീക്കി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ പൂച്ചയും കൂടി അങ്ങോട്ട് വന്നു. ഇതാണ് മറ്റൊരു സ്നേക്ക് പ്ലാന്റ്. ഇത് പച്ച കളറിലാണ് കാണുന്നത്. ഈ സ്നേക്ക് പ്ലാന്റ് ഞാൻ ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ പ്ലാസ്റ്റിക് പോട്ട് ഇതിന് അനുയോജ്യമല്ല. ഒന്നുകിൽ മൺചട്ടിയിലോ അല്ലെങ്കിൽ സിമൻറ്റ് ചട്ടിയിലോ നട്ടു കൊടുക്കുക. ഇതുപോലെ പ്ലാസ്റ്റിക് ചട്ടിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ അത് വേഗം പൊട്ടിപ്പോകാൻ കാരണമാകും. നമ്മൾ ഈ മഞ്ഞ ഷെയ്ഡുള്ള സ്നേക്ക് പ്ലാന്റാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ വെച്ചും വളർത്താം. അല്ലാതെ ഈ തണ്ടെടുത്ത് മണ്ണിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ അതിൽ നിന്നും ഈ പച്ച സ്നേക്ക് പ്ലാന്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആദ്യം ഞാൻ ഇത് കൊണ്ട് നട്ടപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും നമ്മൾ തൈകൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ മഞ്ഞ ഷെയ്ഡുള്ള സ്നേക്ക് പ്ലാന്റായി കിട്ടും. ഈ പച്ച സ്നേക്ക് പ്ലാന്റ് വെച്ചിരുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു. ഇതിൻ്റെ വേര് നല്ല കാഠിന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ പ്ലാസ്റ്റിക്കിലൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് പൊട്ടിപ്പോകുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഇത് പൊട്ടിപ്പോയത്. ആ പച്ച സ്നേക്ക് പ്ലാന്റിൻ്റെ തൈയാണിത്. ഇതിൽ നിന്നും ചെറിയ തൈകൾ വീണ്ടും വരുന്നത് കണ്ടില്ലേ? സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും വെക്കാം. ഞാൻ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മകൻ എടുത്ത് അതിൻ്റെ ലീഫൊക്കെ എടുത്ത് ഒടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പുറത്തോട്ട് വെച്ചത്. ഇതിൽ പൂക്കളുണ്ടായിരുന്നു. അതാണ് ഉണങ്ങി ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഈ വലിയ ലീഫുള്ള സ്നേക്ക് പ്ലാന്റിൽ. ഇത് ഡിറ്റർജൻറ്റ് ബോട്ടിലാണ്. ഇത് നമുക്ക് കണ്ടാൽ ആനയുടെ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിലുകൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തും എടുക്കാം. ഇതിൽ ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. പിച്ചാത്തി ഇട്ടാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് പോട്ടി മിക്സായി മണ്ണും അതിനോടൊപ്പം മണലും ചാണകപ്പൊടിയും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത കൂട്ട് നമുക്ക് ഈ പോട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കൈവശം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും കൊണ്ടു നട്ട സിലിണ്ടറിക്കൽ സ്നേക്ക് പ്ലാന്റാണ്. ഇത് ഞാൻ പിഴുതെടുക്കുന്നു. ഇത് നമുക്ക് ഈ പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. ഇത് ഞാൻ ഒരു കമ്പാണ് കൊണ്ടു നട്ടത്. ഇതിൽ നിന്നും
സൈഡിൽ നിന്ന് ചെറിയ തൈകൾ വീണ്ടും പൊടിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇത് ഒരു തൈയാണ്. ഇനി നമുക്ക് ഇത് ഈ പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. എന്ത് ഭംഗിയിൽ നിൽക്കുന്നു ഈ സിലിണ്ടറിക്കൽ സ്നേക്ക് പ്ലാന്റ്. ഈ പ്ലാന്റ് പോട്ടിൽ നടുമ്പോഴാണ് തറയിൽ നടുന്നതിനേക്കാൾ ഭംഗി. രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടുന്ന അപൂർവ ചെടികളിൽ ഒന്നാണ് ഈ സ്നേക്ക് പ്ലാന്റ്. ബെഡ്റൂമിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് നല്ല കളർഫുള്ളായി വളരും. വെളിയിൽ വെച്ചിരിക്കുക കളർ കുറയും. എന്നാൽ നമ്മൾ വീട്ടിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിന് നല്ല കളറും ഉണ്ടാകും. നമുക്ക് ഇൻഡോറായി വീട്ടിനകത്ത് വെച്ച് നോക്കാം. പോട്ടിൻ്റെ ചുവട്ടിൽ ഒരു അടപ്പും കൂടി വെച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു പഴയ അലുമിനിയത്തിൻ്റെ അടുപ്പാണ് വെച്ച് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇത് ഞാൻ തൽക്കാലം വെച്ച് കൊടുത്തത്. താങ്ക് യു.